വീണ്ടും അരാച്നിഡേ ക്ലാസ്സിൽപ്പെട്ട അരാനിഡേ ഫാമിലിയിലുള്ള വേറൊരു ഓർപ്പീവോ സ്പൈഡറുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എറിയോവിക്സിയ ലാഗ്ലൈസി എന്നാണ്. ഇത് ഇട്ടിരിക്കുന്നത് സൈമൺ ആണ്. 1877 ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോമൺ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഗ്ലൈസിസ് ഗാർഡൻ സ്പൈഡർ അല്ലെങ്കിൽ ഗ്രേ ബേർഡ് ഡ്രോപ്പിംഗ് സ്പൈഡർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷിക്കാട്ടം പോലെ ഇരിക്കുന്ന സ്പൈഡർ. അപ്പോൾ സൈസും അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്ററിനൊക്കെ താഴെയാണ്. ഫീമെയിൽസ് ആണെങ്കിൽ ഒരു 7 to 9 mm, അല്ലെ മെയിൽസ് ആണെങ്കിൽ ഒരു 3 to 5 mm. അപ്പോൾ യൂഷ്വലി ഇതിൻ്റെ ഒരു അബ്ഡോമൻ്റെ ഷേപ്പ് ഒരു കോണിക്കൽ ഷേപ്പാണ്. പിന്നെ ഒരു ചെറിയ യെല്ലോയിഷ് കളറും അതിൻ്റെ അകത്ത് തന്നെ തിക്ക് സ്പൈൻസും, അതായത് മുള്ളുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സും, കോണിക്കൽ ഷേപ്പിന്റെ അറ്റത്തൊരു ടെയിൽ പോലെയുള്ള ചെറിയൊരു എക്സ്റ്റൻഷനും, പിന്നെ ഇതിന്റെ ടോട്ടൽ ശരീരത്തിന് മൊത്തം രോമാണ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഇതിനെ കാണാൻ അത്ര ക്യൂട്ടൊന്നുമല്ല, നല്ലൊരു മോൺസ്ട്രസ് ലുക്കാണ്. ഇതിന്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ, ചൈന, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, ന്യൂഗൈനിയ ഒക്കെ. ഹാബിറ്റാറ്റ് പറയുകയാണെങ്കിൽ വുഡ്ലാൻഡ്സിലും ഗാർഡൻസിലും പ്ലാന്റേഷൻസിലും ഒക്കെ തന്നെ ഇതുണ്ട്. ഇതിന്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ വലയൊക്കെ നെയ്ത് ചെറിയ ഫ്ലൈയിങ് ഇൻസെക്ട്സിനെയൊക്കെ പിടിച്ച് അതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യും. ഇതിൻ്റെ വല നെയ്യുന്നത് ഒരുതരം പ്രോട്ടീൻസ് കൊണ്ടാണ്. അപ്പോൾ ആ വല അതുപോലെ തന്നെ കൺസ്യൂം ചെയ്ത് പ്രോട്ടീൻ റീസൈക്കിൾ ചെയ്യുന്നതാണ് വേറെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. പിന്നെ ഇതൊരു ഷബ് ലാൻഡിൻ്റെയും ഗാർഡൻ എക്കോസിസ്റ്റത്തിൻ്റെയും ഒക്കെ ഒരു ബയോ ഇൻഡിക്കേറ്റർ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ IUCN ഇതിന് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അത്ര ചെറുതാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസെക്ടിവോറസ് ആണ്. അതായത് ചെറിയ പറക്കുന്ന പ്രാണികളെയാണ് ഇത് കൂടുതലായിട്ടും പിടിച്ച് കഴിക്കുക. ചെറിയ കുറ്റിക്കാടുകളുടെ ഉള്ളിലൊക്കെ വല നെയ്ത് വെച്ചിട്ടാണ് ഈ ചെറിയ ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ പ്രാണികളെയൊക്കെ ഇത് ഹണ്ട് ചെയ്യുന്നത്. കിട്ടുന്ന ഇരയെ വെനം ഇഞ്ചെക്ട് ചെയ്ത് പാരലൈസ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇനി പ്രാണികൾ കുറച്ച് വലുതായിട്ട് വലയ്ക്ക് വല്ല കേടുപാടും പറ്റുകയാണെങ്കിൽ ഇത് വലയും കൂടെ തിന്നും. ഇതിനെ എന്തെങ്കിലും ഒരു ജീവി കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ ഇതിനെ കഴിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്ഷിക്കാട്ടന്മാരി എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കാണാൻ പോലും കിട്ടത്തില്ല. ഭയങ്കര പാടാണ് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സീനുണ്ട്. പിന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ടമാതിരി, ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടമാതിരി തന്നെ ഒരൊറ്റ നൂലയിൽ തൂങ്ങിക്കിടന്നിട്ട് കാലുകളൊക്കെ ഉള്ളിലേക്കിട്ട് അങ്ങനെ കിടക്കും. അതായത് ചത്ത് കിടക്കുന്ന പോലെയോ എന്തോ ഒരു ജീവനില്ലാത്ത വസ്തു തൂങ്ങിക്കിടക്കുന്ന പോലെയോ ഇരിക്കും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ നേരെ താഴേക്ക് ആടി എവിടെയെങ്കിലും ചെറിയ ഇലകൾക്ക് ഇടയിലൊക്കെ പോയി ഒളിക്കും. ഇനി ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും ഗാർഡൻസിലും പ്ലാന്റേഷൻസിലും ഒക്കെയാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ഡേ ആൻഡ് നൈറ്റ് ആൾ ആക്റ്റീവാണ്, എപ്പോൾ പ്രാണിയെ കിട്ടിയാലും കഴിക്കും. ഇനി ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ആദ്യം മുട്ടയിടുക, മുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈഡർലിങ്സ്, അത് കഴിഞ്ഞാൽ അഡൽട്സ്. സാധാരണ സ്പൈഡേഴ്സിൻ്റെ തന്നെ ലൈഫ് സൈക്കിൾ തന്നെയാണ്. ഇതിൻ്റെ ഫീമെയിൽസ് മുട്ടകൾ ഇടുന്നത് ഒരു ഫ്ലഫി യെല്ലോയിഷ് ബ്രൗൺ ഒരു സിൽക്കിൻ്റെ ഒരു മാസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുട്ടകളിട്ട് ഇലയുടെ അടിയിലായിട്ടാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ കണ്ണിലിട്ട കരികരിക്കില്ലാത്തതുകൊണ്ട് തന്നെ ആരും അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ഇത് നാടോടി കഥകളിലൊന്നും ഇല്ല. ഇത് സിംബിളൈസ് ചെയ്യുന്ന അഡാപ്റ്റേഷൻ, ഇല്യൂഷൻ ആൻഡ് ക്വയറ്റ് റെസിലിയൻസ് ആണ്. പിന്നെ പൊതുവെയുള്ള സ്പൈഡേഴ്സിനേക്കാളും കുറച്ചും കൂടി ഒരു മോൺസ്ട്രസ് ലുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹിഡൻ ഐലൻഡ് മൂവീസിൽ, അതായത് ഈ സ്പെഷ്യൽ ക്രീച്ചേഴ്സ് ഒക്കെ ഉള്ള മൂവീസൊക്കെ ഉണ്ടല്ലോ, ഈ ജേർണി പോലെയുള്ള മൂവീസ്, അതിൻ്റെ അകത്തൊക്കെ ഒരു മോൺസ്ട്രസ് രൂപത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പ്ലാന്റേഷൻസിൽ ഞാൻ നടന്നപ്പോൾ ആ വഴി തന്നെയായിട്ട് ഇതിൻ്റെ വലയിൽ ഞാൻ പെട്ടുപോയി. അങ്ങനെയാണ് ഇതിനെ കാണാനിടയായത്. അപ്പോൾ വല പൊട്ടിയോടെ ആളൊന്ന് പാനിക്കായി. ആൾ ആദ്യം തന്നെ ഒറ്റ നൂലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. കുറച്ച് വലയും അറ്റത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അത് തിന്നു തുടങ്ങി. അത് കഴിഞ്ഞ് ആൾ ആ ഒറ്റ നൂലയിൽ തന്നെ തൂങ്ങിയാടി മുകളിലെത്തി. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് അടയ്ക്കാമരത്തിൻ്റെ ഇൻഫ്ലോറസൻസിലാണ്. അതായത് അടയ്ക്കയൊക്കെ ഉണ്ടായി കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഫ്ലോറസൻസ് ഉണങ്ങും. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇതിൻ്റെ സെയിം കളർ തന്നെയാണ്, ഈ സെയിം കളറും സെയിം സ്ട്രക്ചറും തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും, കാണത്തില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.